ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന പേര് നിങ്ങൾക്ക് തീരെ അപരിചിതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, ചിന്തകനാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തിങ്ക് ടാങ്കാണ്. മറ്റൊരു ടാങ്കാണ് നമ്മുടെ മൗദൂദി ചാനലിൽ അടുപ്പൂട്ടി ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കുന്ന മഹാനായ ദാവൂദ് സാഹിബ്. ദാവൂദ് സാഹിബിനെക്കാളും അറിവും പരിചയവും ആ ലോകവിജ്ഞാനവും ഉള്ള ആളാണ് കാരക്കുന്ന്. കാരക്കുന്നിന്റെ ഒരു സവിശേഷത, ലോക ചരിത്രത്തിൽ ഏത് സംഭവം എടുത്ത് പുള്ളിയുടെ കൊടുത്താലും പുള്ളി അതിന് ഇസ്ലാമികമായ ഒരു വ്യാഖ്യാനം നൽകി നമ്മളെ കോരിത്തരിപ്പിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം ഞാൻ പറയാം. ഈ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണമുണ്ട്. അതേപ്പറ്റി കാരക്കുന്നിനോട് ചോദിച്ചാൽ മതി. കാരക്കുന്ന് അപ്പം തന്നെ കിതാബ് പരിശോധിച്ചിട്ട് പറയും, ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തെ ഞെട്ടിക്കാൻ, ലോകമെമ്പാടുള്ള മുസ്ലിമീങ്ങളെ കരിവാരി തേക്കാനും വേണ്ടിയിട്ട് ജൂതന്മാർ നടത്തിയ അട്ടിമറിയാണ് എന്ന്. അതാണ് കാരക്കുന്നിന്റെ പാണ്ഡിത്യം. ലോകത്ത് വേറെ ആർക്കും കിട്ടാത്ത ഒരുപാട് വിജ്ഞാനം കാരക്കുന്നിന്റെ. അത് ഗബ്രിയൽ മാലാക നേരിട്ട് വന്ന് കൊടുത്താണോ, കാരക്കുന്ന് തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചാണോ നമുക്കറിയില്ല. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാവും, പുള്ളിയുടേതായ ഒരു സിദ്ധാന്തം ഉണ്ടാവും, പുള്ളിയുടേതായ ഒരു അവലോകനം ഉണ്ടാവും. അതിന് ശാസ്ത്രീയമായ കർമ്മശാസ്ത്രാനുസരണമായിട്ടുള്ള വിശദീകരണവും ഉണ്ടാവും. അതാണ് കാരക്കുന്ന്. ഇവിടെ ഈ ആരിഫ് അലി അടക്കമുള്ള ജമാഅത്ത് നേതാക്കന്മാരൊക്കെ ഞങ്ങൾ മൗദൂദിയെ തള്ളിപ്പറഞ്ഞു, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, ഹുക്കുമത്തെ ഇലാഹിയല്ല ഇക്കാമത്തു ദീനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ പറ്റിക്കാൻ നോക്കുന്ന സമയത്ത് കാരക്കുന്നിന് യാതൊരു മാറ്റവുമില്ല. കാരക്കുന്ന് പഴയ പല്ലവി തന്നെ ആവർത്തിക്കുകയാണ്. പുള്ളി പറയുന്നത്, ഇസ്ലാമിക രാഷ്ട്രമില്ലാതെ മുസ്ലിമീങ്ങൾക്ക് മോക്ഷമില്ല. ഭരണാധികാരി മുസ്ലിം ആയിരിക്കണം, ഗവർണർ മുസ്ലിം ആയിരിക്കണം. ഭരണാധികാരി അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേ വെള്ളിയാഴ്ച ഉച്ചക്കലത്തെ പ്രാർത്ഥനയ്ക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റും. പള്ളിയിലെ ഇമാമിനെ പോലും നിശ്ചയിക്കേണ്ടത് ആരാണ്? ഇസ്ലാമിക രാജ്യത്തെ ഖലീഫയാണ്. അപ്പൊ ഖലീഫ വന്നാലേ ഗവർണർ ഉണ്ടാവുള്ളൂ, ഗവർണർ വന്നാലേ ഇമാം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ നിസ്കാരം പോലും പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ആര് വേണം? ഖലീഫ വേണം. അപ്പൊ ഇസ്ലാമിക ഭരണം ഉണ്ടാകണം, ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടാകണം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നുകിൽ സൗദി അറേബ്യയിലെ പോലെ ഒരു രാജാവ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഇറാനിലെ പോലെ ഒരു തിയോക്രസി നാട്ടിലുണ്ടാകണം. അതിനെന്ത് വേണം? അതിന് നമുക്ക് ഇക്കാമത്തുദ്ദീൻ ഉണ്ടായാൽ പോരാ, മറിച്ച് ഹുക്കുമത്തെ ഇലാഹി തന്നെ ഉണ്ടാകണം. ലക്ഷണമൊത്ത മത ഭരണ നേതൃത്വം ഉണ്ടാകും. ഭരണാധികാരവും മത നേതൃത്വവും ഒരാളുടെ കയ്യിൽ തന്നെ കേന്ദ്രീകരിക്കണം. അതായത് കാരക്കുന്നിനെ പോലത്തെ ഒരു പണ്ഡിതനായിരിക്കണം നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം കൈയാളുന്നത്. ഇത് കാരക്കുന്ന് പറഞ്ഞ ശാസ്ത്രമല്ല, അദ്ദേഹത്തിന്റെ എന്താണ് മൂലാധാരം സ്ഥിതി ചെയ്യുന്ന മൗദൂദിയുടെ ദർശനത്തിലുള്ളതാണ്. ഇത് തന്നെയാണ് സയ്യിദ് കുത്തബും പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇവരുടെ എല്ലാ പണ്ഡിതന്മാരും ചിന്തകന്മാരും രഹസ്യമായിട്ടും ഏറെക്കുറെ പരസ്യമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ അയൂബ് ഖാന്റെ പട്ടാള ഭരണം നടക്കുമ്പോൾ മൗദൂദി അദ്ദേഹം പിടിച്ച് ജയിലിലിട്ടു. കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും മത നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിച്ചത്. മൗദൂദി അത് സമ്മതിക്കില്ല. പുള്ളി പറഞ്ഞ ശരിയാ നിയമം അനുസരിച്ച് മാത്രമേ പാകിസ്ഥാനിലെ കിളികൾ പറക്കാനും നദികൾ ഒഴുകാനും പാടുള്ളൂ എന്നാണ്. അത്ര വലിയ വിപ്ലവകാരി ആയിരുന്നില്ല, അത്ര വലിയ മതവിശ്വാസിയുമായിരുന്നില്ല അയൂബ് ഖാൻ. അതുകൊണ്ട് അദ്ദേഹം ഈ മാന്യദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. പിന്നീട് പുള്ളി അതിന്റെ പേരിൽ സ്വാതന്ത്ര്യ സമര പെൻഷനൊക്കെ വാങ്ങിച്ചിട്ടു, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ആളാണ് മൗദൂദി. നിങ്ങൾ ഏതെങ്കിലും ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരോട് ചോദിച്ചു, അവര് ഉറക്കം പറയും, ഞങ്ങൾ ഇന്ത്യയുടെ ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ചിരുന്നില്ല, ഞങ്ങൾ പാകിസ്ഥാൻ രൂപീകരണത്തിനെതിരല്ല. പാകിസ്ഥാൻ രൂപീകരണത്തെ ശക്തമായി എതിർത്ത രണ്ട് പണ്ഡിതന്മാരുടെ അത് ഒന്ന് മഹാത്മാഗാന്ധിയും മറ്റത് മഹാത്മാ മൗദൂദിയുമാണ്. അത് ശരിയുമാട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മൗദൂദിയും ഇന്ത്യ വിഭജനത്തിൽ തീർത്തു. കാരണം മൗദൂദി പറഞ്ഞത് ഇന്ത്യ വിഭജിക്കപ്പെട്ട് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ് വേറൊരു രാജ്യം ഉണ്ടാവുകയും അവിടെ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായി പോവുകയും ചെയ്താൽ നമുക്ക് അവിടെ മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള സാധ്യത വല്ലാതെ മങ്ങിപ്പോകും. പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് പുള്ളിക്ക് എതിർപ്പില്ല, പക്ഷെ അത് പൂർണ്ണമായിട്ടും മതാധിഷ്ഠിത രാജ്യമായിരിക്കണം. ജിന്ന പറയുന്ന പോലെ ഒരു ജനാധിപത്യ രാജ്യമായി പോകാൻ പാടില്ല. അവിടെ മുസ്ലിമീങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ. അത് ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ദൈവരാഷ്ട്രം ആയിരിക്കും ചെയ്യും. ഇതായിരുന്നു അവരുടെ സിദ്ധാന്തം. അതുകൊണ്ടാണ് മൗദൂദി ഇന്ത്യ വിഭജനത്തെ തീർത്തത്. അല്ലാതെ മഹാത്മാഗാന്ധി തീർത്ത പോലെ അഖണ്ഡ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു എന്ന രീതിയിലും വിഭജനം ശരിയല്ല എന്നുള്ളതുകൊണ്ടോ അല്ല.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ഉടായിപ്പുകളും നടത്തി ജീവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യത്തെ പറ്റി ഏതെങ്കിലും ഒരു മൗദൂദിന് ചോദിച്ചാൽ മതി. അവർ പറയും നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങളുള്ളൂ സഹോദര, അത് പഠിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവൃത്തികളെ കുറിച്ച് ചോദിക്കാം. പാകിസ്ഥാനിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അവിടുന്ന് വരുന്ന വാർത്തകൾ അധികം കെട്ടിച്ചമച്ചവയാണ്, നമുക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന്. പോട്ടെ, കാശ്മീരിൽ എന്തിനാണ് വേറെ ജമാഅത്തെ ഇസ്ലാമി എന്ന് ചോദിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. കാശ്മീർ സ്വതന്ത്ര രാജ്യമാണല്ലോ. പരമാധികാര രാജ്യമായ കാശ്മീരിൽ ഞങ്ങൾക്ക് വേറെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഞങ്ങൾ ഇനി വൈകാതെ നേപ്പാളിലും സിലോണിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ശാഖകൾ ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പറയും. ഇതിനൊക്കെ ഭംഗ്യം തരാണ് ഇതേ ആശയം തന്നെയാണ് നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർ പറയുന്നത്. കേൾക്കുന്നവരായിരിക്കും ഇവർ വലിയ ജനാധിപത്യ വിശ്വാസികളാണ്, ഇവർ മതേതരന്മാരാണ്, മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മരിക്കും വരെ പോരാടാൻ ഒരുങ്ങി പുറപ്പെട്ട മുന്നണി പോരാളികളാണ്. ഒരിക്കലുമല്ല, ഇവർ ഒന്നാം തരം മത തീവ്രവാദികളാണ്. പോപ്പുലർ ഫണ്ടുകാർ ബുദ്ധിയില്ലാത്തവരായിട്ട് ബോംബ് വയ്ക്കാൻ പോകുന്നു. ഇവർ ബോംബ് വയ്ക്കാനായിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കും, അവരെ പ്രേരിപ്പിക്കും, അവരെ കളത്തിലേക്ക് തള്ളിവിടുന്നു. ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 2 തവണ നിരോധിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്തുകൊണ്ടാണ്? ആദ്യം നിരോധിച്ച ഇന്ദിരാഗാന്ധിയാണ് 1975. പിന്നെ നിരോധിച്ചത് നരസിംഹറാവുമാണ്. BJP കാരല്ല നിരോധിച്ചത്, മാർക്സിസ്റ്റുകാരും അല്ല നിരോധിച്ചത്, ജനതാദളുകാരും അല്ല നിരോധിച്ചത്. മറിച്ച് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് 2 തവണയും ജമാഅത്തെ ഇസ്ലാമിയെ ഈ രാജ്യത്ത് നിരോധിച്ചത്. കാരണം അത്ര അപകടം പിടിച്ച പ്രസ്ഥാനമാണ് വരുന്നത്. അവരുടെ വോട്ട് മേടിച്ച് ഇനി കേരളത്തിൽ അധികാരം പിടിച്ചേക്കാം എന്നാണ് നമ്മുടെ ഇവിടുത്തെ മൂഢന്മാരായ കോൺഗ്രസ്സുകാർ. അത്ര തന്നെ ബുദ്ധിയില്ലാത്ത മുസ്ലിം ലീഗുകാരും വിചാരിക്കുന്നത്. കേരള സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ എത്ര പേരുണ്ട്? 0.5% പോലും ഇല്ല. അവരുടെ വോട്ടുകൊണ്ടൊന്നും ഇവിടെ ഒരു പാർട്ടിയും അധികാരത്തിൽ വരികയില്ല. പക്ഷെ അവർ പ്രസരിപ്പിക്കുന്ന വിഷം, അവർ വമിപ്പിക്കുന്ന വർഗീയത എന്ന് പറഞ്ഞ ഭയാനകമാണ്. അത് സാധാരണക്കാരായ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെ പോലും വലിയൊരളവ് വരെ സ്വാധീനിക്കുകയും അവരുടെ ചിന്തകളെയും മലീമസമാക്കുകയും ചെയ്യും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ചിട്ട് മീഡിയ വൺ ചാനലിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചർച്ച നടന്നു? ഒരിക്കലും ഉണ്ടാവില്ല. അതുപോട്ടെ, ആസ്ട്രേലിയയിൽ 2 പാകിസ്ഥാൻകാർ ചേർന്നിട്ട് ജൂതന്മാരെ തുരുതുരാ വെടിവെച്ചു വന്ന സംഭവത്തെക്കുറിച്ച് ഇതുവരെ അടുപ്പൂട്ടി ചർച്ച ഉണ്ടായിരുന്നു. നിഷാദ് റാവുത്തരും വിവരം അറിയാത്തതുകൊണ്ടാണോ? അജിംസ് അറിയാത്തതുകൊണ്ടാണോ? മൗദൂദി സൈദ്ധാന്തികനായ ദാവൂദിന് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, അവരിതൊക്കെ അംഗീകരിക്കും. അതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണം എന്ന് ആഗ്രഹിക്കും. ഈ തീവ്രവാദത്തിന് ചൂട്ടുപിടിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗുകാർ ഇവരുമായിട്ട് കൂട്ടുകൊടുത്തത്. അതറിയാതെ കണ്ടാണ് കോൺഗ്രസ്സുകാർ കൂട്ടുകൊടുത്തത്. അപ്പോൾ ഏതായാലും ഈ സംഗതിയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള കാര്യം ഇത് കാണുന്ന ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. വരാനുള്ളത് വഴി തങ്ങില്ല.